ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ 4ാമത്തെ യൂണിറ്റിലെ, അതായത് 10ാമത്തെ പാഠഭാഗം കബ് തക്ക് എന്നു പേരായ കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് കവിതയുടെ മലയാള കഥയായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഹിന്ദി വായിച്ച് ഓരോ ലൈന് വായിച്ച് അർത്ഥം വെച്ച് പഠിച്ച് ആശയം പഠിക്കും. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ മലയാളമാണ്. കബ് തക്ക് എന്നാണ് കവിതയുടെ പേര്. കബ് തക്ക് എന്ന് പറഞ്ഞാൽ എത്ര കാലം, അല്ലെങ്കിൽ എപ്പോൾ വരെ, ഇതാണ് അർത്ഥം. ഇത് എഴുതിയിട്ടുള്ളത് വന്ദന ടേട്ടെ എന്ന കവയിത്രിയാണ്. വന്ദന ടേട്ടെ എന്ന കവയിത്രിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ കഥയൊന്ന് പഠിക്കാം, മലയാളത്തിൽ പഠിക്കാം. സമകാലീന കവി ശ്രീമതി വന്ദന ടേട്ടയുടെ കബ് തക്ക് എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ള വരികളാണിവ. നമ്മുടെ സമൂഹത്തിലെ ദരിദ്രരായ, അതായത് ദുഃഖം അനുഭവിക്കുന്ന, ചൂഷണത്തിന് വിധേയരാവുന്ന ജനതയോട് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് പോരാടാനുള്ള പ്രോത്സാഹനമാണ് ഈ കവിതയിൽ കവയിത്രി നൽകുന്നത്. കവയിത്രി സമൂഹത്തിലെ ദരിദ്രവും ആദിവാസികളും ചൂഷണത്തിന് വിധേയരാവുകയും ചെയ്യുന്ന ജനവിഭാഗങ്ങളോട് നമ്മുടെ അസ്തിത്വം നിലനിർത്താൻ, സമൂഹത്തിന് നമ്മുടെ സ്ഥാനം തിരിച്ചറിയാൻ മറ്റുള്ളവരെ പ്രതീക്ഷിച്ച് നിൽക്കരുതെന്ന് ഉദ്ബോധിക്കുകയാണ് ഈ കവിതയിൽ. ദീർഘകാലം മറ്റുള്ളവരുടെ ആശ്രയത്തിൽ കഴിയാതെ സ്വന്തം പരിശ്രമത്തിലൂടെയും പോരാട്ടത്തിലൂടെയും നമ്മുടേതായ സ്ഥാനം നിലനിർത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് കവി നമ്മൾ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവർ എഴുതിയ കഥകളിലും ചരിത്ര പുസ്തകങ്ങളിലും നിങ്ങളുടെ കഷ്ടതകളുടെ കഥകളും ചരിത്രവും വായിച്ച് സന്തോഷിക്കുന്നതിനപ്പുറം സ്വന്തം കഠിന പരിശ്രമത്തിലൂടെ എഴുതാൻ തയ്യാറാവാനാണ് കവി ഈ കവിതയിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. കവയിത്രി ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പുതിയ അവതാരങ്ങൾ പ്രതീക്ഷിച്ചിരിക്കേണ്ടതില്ല. ഇവിടുത്തെ അധികാരി വർഗമോ അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നവരോ അവരുടെ ദുഃഖങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങൾ ദൂരീകരിക്കാൻ തയ്യാറാവില്ല എന്നുകൂടി കവി ഉണർത്തുന്നു. കവി വീണ്ടും പറയുകയാണ്, കാലഘട്ടം മാറിയെന്നും അതിനനുസരിച്ച് സ്വയം മാറാൻ തയ്യാറാവണമെന്നും ജനങ്ങളോട് കവി ഉപദേശിക്കുന്നു. ഒഴുക്കിനനുസരിച്ച് നീന്താൻ ശ്രമിക്കണമെന്നും അവകാശങ്ങൾ നേടിയെടുക്കാൻ അതായത് പോരാടാൻ ശ്രമിക്കണമെന്നും ഉദ്ബോധിപ്പിക്കുന്നു ഈ കവിതയിലൂടെ. നിങ്ങളുടെ ചോറുരുള, അതായത് ഭക്ഷണം മറ്റുള്ളവരല്ല, നിങ്ങളുടെ ഭക്ഷണം മറ്റുള്ളവരല്ല, നിങ്ങൾ സ്വയം കണ്ടെത്തണമെന്നും ആത്മാഭിമാനം പണയപ്പെടുത്താതെ സ്വന്തം അവകാശങ്ങൾക്കായി പോരാടാൻ തയ്യാറാവണമെന്നും കവയിത്രി ഈ കവിതയിലൂടെ നമ്മളോട് ഉപദേശിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ കവിതയുടെ ആശയം മലയാളത്തിലൊന്ന് പഠിച്ചു നോക്കാം. നമ്മൾക്ക് ഈ പഠിക്കുന്ന ആശയമാണ് നമ്മൾ ഹിന്ദിയിൽ പഠിക്കേണ്ടത്. ആശയലിഖ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതിൽ നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം, ഇതിൻ്റെ ആശയം എഴുതേണ്ട രീതി. അപ്പോൾ നമ്മൾ ഇതെന്താണ് കവി പറയുന്നത് എന്നാണ് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ആശയം എഴുതേണ്ട രീതി പറയാം മലയാളത്തിൽ. സമകാലീന ഹിന്ദി കവയിത്രി വന്ദന ടേട്ടെ എഴുതിയ കവിതയാണ് കബ് തക്ക്. സമൂഹത്തിലെ ദളിതർ എന്ന് പറഞ്ഞാൽ താഴ്ന്ന വർഗക്കാരും, ദുർബലര് ഒന്നും ഇല്ലാത്ത ബലഹീനരായ ആളുകൾ, അതായത് പാവപ്പെട്ട ആദിവാസികളുമായ ജനവിഭാഗങ്ങളോട് അവരുടെ അധികാരങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള പ്രോത്സാഹനമാണ് കവയിത്രി ഈ കവിതയിലൂടെ നൽകുന്നത്. കവയിത്രി ദളിതരും ചൂഷണത്തിന് വിധേയരാവുകയും ചെയ്യുന്ന ജനങ്ങളോടായി കവി ചോദിക്കുകയാണ്, സ്വന്തം അസ്തിത്വം നിലനിർത്തുന്നതിനായി എത്ര നാൾ മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിരിക്കും? കവി ക്വസ്റ്റ്യനായിട്ടാണ് ചോദിക്കുന്നത്. എത്ര നാൾ പ്രതീക്ഷിച്ചിരിക്കും? മറ്റുള്ളവരുടെ ആശ്രയത്തിൽ എത്ര നാൾ കഴിയും? കവി വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, മറ്റുള്ളവരുടെ ആശ്രയത്തിൽ എത്ര നാൾ നിങ്ങൾ കഴിയും? നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ
മറ്റുള്ളവരെ പ്രതീക്ഷിക്കേണ്ടതില്ല. കവി കവിതയിലൂടെ പറയുകയാണ്. മറ്റുള്ളവർ എഴുതിയ കഥകളിൽ നിങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകൾ കണ്ട് എത്ര നാൾ നിങ്ങൾ സന്തോഷിച്ചിരിക്കും? വീണ്ടും കവി പറയുന്നു, മറ്റുള്ളവർ എഴുതിയ ചരിത്ര പുസ്തകങ്ങളിൽ എത്ര കാലം നിങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കും? വീണ്ടും കവി പറയുന്നു, അവകാശങ്ങൾക്കും അധികാരങ്ങൾക്കു വേണ്ടി സ്വയം പോരാടാനുള്ള ശ്രമം നടത്തുകയാണ് നമ്മൾ വേണ്ടത്. കവി പറയുകയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പുതിയ അവതാരങ്ങളെ പ്രതീക്ഷിക്കേണ്ടതില്ല. നിങ്ങളുടെ പുരോഗതി സ്വയം നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്നും കവിയത്രി ഈ കവിതയിലൂടെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളെ ദൂരീകരിക്കാൻ ആരും ശ്രമിക്കില്ലെന്നും കവിയത്രി ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കാലഘട്ടം മാറിയത് തിരിച്ചറിയണമെന്നും അതിനനുസരിച്ച് സ്വയം മാറാൻ തയ്യാറാവണമെന്നുമാണ് കവി വീണ്ടും ഈ കവിതയിൽ നമ്മൾക്ക് വേണ്ടി ഉപദേശിക്കുന്നത്. നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ സ്വയം കണ്ടെത്തണമെന്നും നിങ്ങൾക്ക് വേണ്ടി വേദനകൾ സഹിക്കാൻ മറ്റുള്ളവർ തയ്യാറാകില്ലെന്നും മനസ്സിലാക്കണമെന്ന് കവിയത്രി ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. ആരുടെ മുന്നിലും തലകുനിക്കാതെ ആത്മാഭിമാനത്തോടെ മുന്നേറാൻ ശ്രമിക്കണമെന്നും അധികാരങ്ങൾക്ക് വേണ്ടി സ്വയം പോരാടണമെന്നും കവിയത്രി ഈ കവിതയിലൂടെ ഉപദേശിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ മലയാള ആശയം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഓരോ ലൈന് ഹിന്ദിയിൽ വായിച്ചിട്ട് അർത്ഥം വെച്ച് പഠിക്കണം. 2, 3, 4 ലൈന് ചോദിച്ചിട്ടാണ് നമ്മുടെ ആശയം ചോദിക്കുക. അപ്പോൾ ഈ മലയാളം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആശയം പഠിക്കണം. ഓക്കെ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതായത് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതൊന്നും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള നീക്കം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.